പണിക്ക് പോയതാ, നല്ലോണം പണിക്ക് പോയതാ. സൂര്യാഘാതം മൂലമാണ്. ഒരു ശ്രദ്ധ കിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരാൾ ഈ മൂപ്പരെന്ന് പറഞ്ഞാൽ ഈ കുടുംബം നയിക്കുന്ന മൂപ്പരാണ്. അപ്പോൾ ആ ഒരു ഇതില്ല, ആളില്ലാണ്ടായിപ്പോയി. പന്നിയങ്കര സ്വദേശി വിജേഷ് ബേപ്പൂരിൽ പെയിന്റ് ജോലിക്കിടെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച സൂര്യാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണത്. കണിയേരി കുമാരൻ, വസന്ത എന്നിവരുടെ മകനാണ് 41-കാരനായ വിജേഷ്. ആദ്യം ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിജേഷിനെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പണിക്ക് പോയതാ, നല്ലോണം പണിക്ക് പോയതാ. സൂര്യാഘാതം മൂലമാണ്. പണിസ്ഥലത്ത് നിന്ന് കുഴഞ്ഞു വീണതാണ്. പിന്നെ ഒരു ബോധം ഉണ്ടായിട്ടില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞതാ. അവിടുന്ന് നടക്കൂല്ല. ഡോക്ടർ പറഞ്ഞോ എങ്ങനെയാണ് ചൂടിന്റെ ശക്തി കൊണ്ട് വന്നതാണ്, സൂര്യാഘാതമാണ്. ഇത് മിനിഞ്ഞാന്നാണ് ഞങ്ങൾ ഇങ്ങനെ പണിസ്ഥലത്ത് നിന്ന് ആള് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതും. അങ്ങനെ നേരെ അവർ ബീച്ചിലേക്കാണ് ആദ്യം പോകുന്നത്. അങ്ങനെ ബീച്ചിൽ പോയി അവിടെ നിന്ന് പറഞ്ഞു നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊള്ളുകയാണ്. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ തന്നെ റെഡ് സോൺ ഉണ്ട് മെഡിക്കൽ കോളേജ്, അവിടേക്കാണ് റെഫർ ചെയ്ത് പോകുന്നത്. അവിടെ നിന്ന് തന്നെ വെൻറ്റിലേഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായി. അപ്പോൾ വെൻറ്റിലേഷൻ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളോട് ഡോക്ടർമാരൊക്കെ പറഞ്ഞത് വലിയ ഒരു ഇതില്ല, കാരണം പൾസും കാര്യങ്ങളൊക്കെ പോയിക്കണം. ഇന്ന് രാവിലെ 5 മണിക്കാണ് അവിടെ നിന്ന് ബൈസ്റ്റാൻഡർ നമ്മോട് പറയുന്നത് 5 മണിക്ക് മരിച്ചിരിക്കണമെന്നുള്ളത്. ഇന്നലെ രാത്രി പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ വെയിൽ കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു കാരണം ഇപ്പോൾ പെയിൻറ്റിൻ്റെ പണിയാണ്, വെയിൽ കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല, കാരണം പെയിൻറ്റിൻ്റെ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി എന്താ അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ പറയുന്നത് ചൂടിൻ്റെ ഇത് കൂടുതൽ കൊണ്ട് ബ്രെയിനിൽ രക്തം കട്ട പിടിച്ചതാണ്, അതുകൊണ്ടാണ് മരണകാരണം എന്നാണ് ലാസ്റ്റ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടത്തിയതായിട്ട് ഇതില്ല, കാരണം നമുക്ക് നേരത്തെ ബോഡി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോകുമ്പോഴും ബോഡിയിൽ അതിൻ്റെതായിട്ടുള്ള ഇതില്ല. വിജേഷിന് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടക്കാത്തതിനാൽ ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ജയേഷ് പറഞ്ഞു. വിജേഷിന്റെ കേസ് റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം സൂര്യാഘാതമാണോ എന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. സൂര്യാഘാതം രൂക്ഷമാണെന്നിരിക്കെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക മാത്രമാണ് ചെയ്യാനുള്ളതെന്നും ഡോക്ടർ ജയേഷ് കൂട്ടിച്ചേർത്തു.